പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളിൽ നിന്ന് സിപിഎം പിന്മാറുന്നു. കെട്ടിട ഉടമ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് തീരുമാനം. കോൺഗ്രസ് ഓഫീസിന്റെ ആവശ്യം സിപിഎമ്മിന് ഇല്ലെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ CPIM-ൽ ചേർന്നതിന് പിന്നാലെയാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലി സംഘർഷം ആരംഭിച്ചത്. തന്റെ പേരിലാണ് കെട്ടിടത്തിന്റെ വാടക കരാറെന്ന് ചൂണ്ടിക്കാട്ടി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിട്ടവർ ഓഫീസിൽ അവകാശവാദം ഉന്നയിച്ചതോടെ പ്രശ്നം പിടിവലിയിലെത്തി. പോലീസ് പൂട്ടിയ ഓഫീസിൽ രാത്രി CPIM പ്രവർത്തകർ പൂട്ട് പൊളിച്ചകത്തു കയറി. ഓഫീസിന്റെ ആർച്ചർ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയും ചെയ്തു. പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആർച്ച് പുനഃസ്ഥാപിച്ചു. കോൺഗ്രസിന് തന്നെയാണ് ഓഫീസ് നൽകിയതെന്ന് കെട്ടിട ഉടമ പറഞ്ഞതോടെ CPIM പ്രതിരോധത്തിലായി. RDO നടത്തിയ ചർച്ചയിലും കെട്ടിട ഉടമ നിലപാട് ആവർത്തിച്ചു. ഇതോടെയാണ് വിവാദത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ CPIM തീരുമാനിച്ചത്. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തി പോവുക എന്നുള്ളതാണ് CPM ആഗ്രഹിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസോ മറ്റേതെങ്കിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി ഓഫീസ് കയ്യേറി പിടിച്ചെടുക്കിയ ചരിത്രം CPM-ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്തരമൊരു ആഗ്രഹവുമില്ല. നിയമപരമായി പരിശോധിച്ച് മോഹൻകുമാറിനാണ് അവകാശം ലഭിക്കുന്നതെങ്കിൽ പോലും കോൺഗ്രസിന് ഓഫീസ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും കോൺഗ്രസ് പ്രവർത്തകരാണ് അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ചതെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. നിയമപരമായി കരാർ പ്രകാരം മോഹൻകുമാറിന് തന്നെ ആ കെട്ടിടം വിട്ടുകൊടുത്താൽ കോൺഗ്രസ് പ്രവർത്തിച്ച കേന്ദ്രമാണ്, ഞങ്ങൾക്കത് തരണമെന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഇതോടുകൂടി കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ അവസാനിക്കുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.